ഒരു ദിവസം നമ്മൾ എത്ര പാപം ചെയ്യുന്നുണ്ട്? അതൊരു മാസമാകുമ്പോൾ എത്ര കൂടും? ഒരു വർഷം നാം ചെയ്ത മൊത്തം പാപങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പവറുള്ള നോമ്പാണ് മുഹറം 10. ആളുകളൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞ് ക്രിസ്മസ് വരുമ്പോൾ കേക്ക് മുറിക്കും. അതേ പ്രിയമുള്ളവരെ, മുഹറം 9ഉം 10ഉം വ്യാഴം വെള്ളി ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസമാണ്. ഒരു ദിവസം നമ്മൾ എത്ര പാപം ചെയ്യുന്നുണ്ട്? അതൊരു മാസമാകുമ്പോൾ എത്ര കൂടും? ഒരു വർഷമാകുമ്പോൾ എത്ര പാപങ്ങളാണ് കുമിഞ്ഞുകൂടുന്നത്? ഈ പാപങ്ങളൊക്കെ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാനുള്ളതല്ല, അത് ഡിലീറ്റ് ആക്കണം, അത് നീക്കം ചെയ്യണം, ഉന്മൂലനം ചെയ്യണം. അത് പാടെ നീക്കുവാനുള്ള ഒരു നല്ല മരുന്നാണ് മുഹറം 10ൻ്റെ നോമ്പ്. മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ട് സുയാമി യൗമി ആഷൂറ വ്രതം നോമ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉത്തരവി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യുക്കഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപം അത് പൊറുപ്പിക്കുന്നതാണ്. ഒരു വർഷം നാം ചെയ്ത മൊത്തം പാപങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ, അത് നീക്കം ചെയ്യാൻ പവറുള്ള നോമ്പാണ് മുഹറം 10ൻ്റെ നോമ്പ്. ആയതുകൊണ്ട് തന്നെ ആ വ്രതം നാം അനുഷ്ഠിക്കുക, ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക. സൂമു യോമ ആശൂറ, മഹാനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട് അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ആശൂറ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കുക. ഹുവ യൗമുൻ കാനത്തിൽ അംബിയാഉ യസൂമുനഹു ഫസൂമു, അമ്പിയാക്കന്മാരൊക്കെ, മുൻകാല അമ്പിയാക്കന്മാരൊക്കെ ആശൂറ വ്രതം അനുഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങളും ആശൂറ നോമ്പ് അനുഷ്ഠിക്കുക. അതോടൊപ്പം തന്നെ മുഹറം 9ൻ്റെ നോമ്പും നോൽക്കൽ സുന്നത്തുണ്ട്. മുത്തനബി ആഗ്രഹം പ്രകടിപ്പിച്ച നോമ്പാണത്. ദൈവം ബഖീതു ഇലാ ഖാബിലിൻ ലാ അസൂമൻ അത്താസിയ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9ഉം ഞാൻ അനുഷ്ഠിക്കുമെന്ന് മഹാനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞായിട്ട് കാണാൻ കഴിയും. അന്ന് കൂടി നിൽക്കാനുള്ള കാരണം അതിൻ്റെ ഹിക്മത്ത്, അതിൻ്റെ ലോജിക്ക്, അതിൻ്റെ ബുദ്ധി ജൂതന്മാരോട് എതിരാവുക എന്നുള്ളതാണ്. എതിരാവേണ്ട വിഷയത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട വിഷയത്തിൽ നാം വിയോജിപ്പ് പ്രകടിപ്പിക്കുക തന്നെ വേണം. ചില ആളുകളൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞ് ക്രിസ്മസ് വരുമ്പോൾ കേക്ക് മുറിക്കും, അതേപ്രകാരം തന്നെ സ്റ്റാർ തൂക്കും, ഓണം വരുമ്പോൾ പൂക്കളുണ്ടാക്കും. ഇങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞ് യോജിക്കാൻ പറ്റാത്ത മേഖലകളിൽ യോജിക്കുകയല്ല വേണ്ടത്, വിയോജിക്കേണ്ട മേഖലയിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് മഹാനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരോട് എതിരാവാൻ വേണ്ടി മുഹറം 9ന് കൂടി നോമ്പ് അനുഷ്ഠിക്കണം, കാരണം മുഹറം 10ന് അവരും അനുഷ്ഠിക്കാറുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. ആയതുകൊണ്ട് മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്, മഹത്വമുള്ള കാര്യമാണ്. ഒരു വർഷത്തെ പാവം പൊറുപ്പിക്കാൻ മാത്രം പവറുള്ള നോമ്പാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.